മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ തീപിടുത്തമുണ്ടായ ഘട്ടത്തിൽ അതിൻ്റെ റിപ്പോർട്ടും പുറത്തേക്കാരും കണ്ടിട്ടില്ല. അതിലൊരു അനാസ്ഥയുടെ പ്രശ്നമുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് പറയുന്ന രൂപത്തിലേക്ക് അത് അങ്ങനെ പ്രവർത്തിക്കുമോ എന്നാണ് അറിയേണ്ടത്. സർക്കാർ ഇപ്പോൾ മുഴുവൻ സമയവും ഉണ്ടാകുന്ന പിഴവുകളുടെ ഘട്ടത്തിൽ ഉടനെ നേട്ടങ്ങളുടെ പട്ടിക നിരത്തുകയും കഴിഞ്ഞ സർക്കാരുകളുടെ കണക്കുകൾ നിരത്തുകയാണ് ചെയ്യുന്നത്. അതൊരു യഥാർത്ഥത്തിലുള്ള മറുപടിയല്ല. അത് നിങ്ങൾക്ക് പ്രതിപക്ഷത്തിനോട് പറഞ്ഞു നിൽക്കാം, മാധ്യമങ്ങളോട് വേണമെങ്കിൽ ഒരു വാക്തർക്കത്തിൽ ഏർപ്പെട്ട് അത് പറഞ്ഞു നിൽക്കാം. പക്ഷേ ജനങ്ങളോട് അത് പറയാൻ പറ്റില്ല. കാരണം ജനങ്ങൾ സാധാരണക്കാരായ പാവപ്പെട്ട രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രികളാണ്. സ്വകാര്യ ആശുപത്രികളിൽ പോയി ചികിത്സിക്കാൻ പറ്റാത്തവരാണ്. അമൃത ആശുപത്രിയിൽ പോയി 14 ദിവസം കടക്കാൻ കഴിവില്ലാത്തവരാണ്. ഡെങ്കിപ്പനി വന്നാലും അതിനൊരു സാധ്യതയില്ലാത്ത രോഗികൾ കൂടിയാണല്ലോ ഇത് കേൾക്കുന്നത്. അങ്ങനെ ആ ജനങ്ങളോട് കൂടി റെപ്രസെൻറ്റ് ചെയ്തിട്ട് വേണം ഈ മറുപടികൾ പറയാൻ എന്നുള്ളതാണ്. വീണ ജോർജ് രാജിവെക്കണമെന്ന ആവശ്യമൊന്നും ഞാൻ ഈ ഘട്ടത്തിലൊന്നും പറയുന്നില്ല. വീണ ജോർജിൻ്റെ ഭാഗത്ത് പിഴവുകൾ ഉണ്ടായിട്ടുള്ള പിഴവുകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, നമ്മൾ ചർച്ച ചെയ്തിട്ടുമുണ്ട്. ആദ്യ ദിവസത്തെ പ്രതികരണമായിരുന്നു ആ പിഴവ്. അത് ഇനിയുള്ള ഘട്ടങ്ങളിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്നതിൻ്റെ ഒരു പാഠമാവുകയാണ്. ആ പാഠം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പാഠം ഉൾക്കൊള്ളുന്ന രൂപത്തിലാണോ ഈ നിമിഷം വരെയും വരുന്ന പ്രതികരണങ്ങൾ എന്നുള്ളതാണ് നമുക്ക് മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ധാർഷ്ട്യത്തിൻ്റെയും ഈ പ്രതികാരം രൂപത്തിലുള്ള മറുപടികളും കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുക? അത് ജനം അംഗീകരിക്കുകയോ എന്ന് സർക്കാരാണ് പരിശോധിക്കേണ്ടത്.